പ്രിയ കൂട്ടുകാരെ, ഭാഷാ കൈരളി ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കേരള പാഠാവലി രണ്ടാമത്തെ യൂണിറ്റിലെ ഉള്ളിനാണെപ്പോഴും ഉന്മതാൻ എന്ന ഭാഗത്ത് 3 പാഠങ്ങളാണുള്ളത്. അതിലൊടുവിലത്തെ പാഠമായ തേൻ എന്ന ഒരു സിനിമയുടെ നിരൂപണമാണ് പഠിക്കാനുള്ളത്. കൂട്ടുകാർക്ക് സിനിമ ഇഷ്ടമാണല്ലോ അല്ലേ? ദൃശ്യകലയായിട്ടുള്ള നാടകം, അതുപോലെ തന്നെ കഥകളി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളൊക്കെ പരിചയപ്പെട്ടാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദൃശ്യകലാ രൂപമാണ്, സിനിമയാണ്. തേൻ എന്ന സിനിമയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ സിനിമയ്ക്ക് വിജയകുമാർ ബ്ലാത്തൂർ എന്ന് പറയുന്ന ആൾ ഒരു നിരൂപണം എഴുതിയിട്ടുണ്ട്. ആ നിരൂപണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2010 പുറത്തിറങ്ങിയ ടർക്കിഷ് സിനിമയാണ് തേൻ. ടർക്കിഷ് ഭാഷയിൽ ബാൽ എന്നാണ് പറയുക. ആ സിനിമയുടെ നിരൂപണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിജയകുമാർ ബ്ലാത്തൂരാണ്. അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിലാണ് ഈ അധ്യായമുള്ളത്. ഇപ്പോൾ വിജയകുമാർ ബ്ലാത്തൂറിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അല്ലേ? പ്രശസ്ത ശാസ്ത്രലേഖകനാണ്. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ സിനിമാ നിരൂപകൻ. ശാസ്ത്രകേരളം മാസികയിൽ അദ്ദേഹം അതിൻ്റെ പത്രാധിപ സമിതി അംഗം കൂടിയാണ്. കണ്ണൂർ ജില്ലക്കാരനാണ്. അപ്പോൾ ശാസ്ത്രകേരളം മാസികയിൽ 10 വർഷം തുടർച്ചയായി ലോക സിനിമയെക്കുറിച്ച് അദ്ദേഹം പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു. അപ്പോൾ ലോക സിനിമ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിലെ കുട്ടികൾ എന്ന കൃതി, ആ കൃതിയിലുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള തേൻ എന്ന പാഠഭാഗം. ഈ സിനിമ സംവിധാനം, അതുപോലെ തന്നെ തിരക്കഥാ നിർവ്വഹണം ഒക്കെ നിർവഹിച്ചത് സെമി കാപ്ലനോഗ്ലു എന്ന് പറയുന്ന തുർക്കിഷ് കലാകാരനാണ്. 2010 പുറത്തിറങ്ങിയ തുർക്കിഷ് ചലച്ചിത്രമാണ് ഹണി. കാപ്ലനോഗ്ലു ഒരുക്കിയ യൂസഫ് ചലച്ചിത്ര ത്രയത്തിലെ 3 സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ അവസാനത്തെ ചിത്രമായിരുന്നു. ആദ്യത്തെ ചിത്രമായിരുന്നു എഗ്ഗ്, 2007 2000 മിൽക്ക് എന്ന് പറയുന്ന സിനിമയും പുറത്തു വന്നു. അപ്പോൾ വനത്തിൽ തേൻ ശേഖരിക്കുവാൻ പോയ പിതാവിൻ്റെ തിരോധാനം യൂസഫ് എന്ന 6 വയസ്സുകാരൻ്റെ ചുറ്റുപാടും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഈ സിനിമയുടെ വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. പശ്ചാത്തല സംഗീതത്തിൻ്റെ ഉപയോഗം കുറവാണ്. വനത്തിനുള്ളിലെ ശബ്ദങ്ങളും ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളുടെയും വസ്തുക്കളുടെയും ശബ്ദവും കലാപരമായി ഉപയോഗിച്ചിരിക്കുന്ന ചിത്രത്തിൽ പ്രകൃതി ഒരു പ്രധാന കഥാപാത്രമാണ്. 60ാമത് ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സരത്തിൽ ആദ്യ പ്രദർശനം നടത്തിയ ചിത്രം അതുപോലെ തന്നെ ഗോൾഡൻ ബെയർ പുരസ്കാരത്തിന് അർഹമാവുകയും ചെയ്തിട്ടുണ്ട്. 2010 മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരത്തിന് തുർക്കിയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ദൃശ്യകലാരൂപമാണ് സിനിമ അല്ലേ? നമ്മൾ ഓരോ സിനിമ കാണും തോറും നമുക്ക് ആ സിനിമ എന്ന കലാരൂപത്തിൽ നിന്നുള്ള അതിൻ്റെ കലാമൂല്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആധുനിക കാലത്ത് നാനാതരം കലകളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് അല്ലേ? പലതരം വേദികളിലും ടെലിവിഷനിലും ഇൻ്റർനെറ്റിലുമൊക്കെ പലതരം കലകൾ ആസ്വദിക്കുന്നുണ്ട് നമ്മൾ. ഇവയിൽ ഏറ്റവും ജനകീയമാണ്, ഏറ്റവും ആളുകൾ ആസ്വദിക്കുന്ന കലയാണ് അത് സിനിമ എന്ന് പറയുന്നത്. സിനിമ ഒരാളുടെ മാത്രം കലയല്ല, ഒരു കൂട്ടം കലാകാരന്മാരുടെ സമന്വയമാണ്. കഥയും കവിതയും പാട്ടും നൃത്തവും അഭിനയവും ചമയവും ശബ്ദാനുകരണവും നാടകവും ഛായാഗ്രഹണവും ചിത്രകലയും ഒക്കെ ചേർന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ ഒരുപാട് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് സിനിമ എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിൻ്റെ വിചാരങ്ങളെ ഉണർത്തി ഉത്തേജിപ്പിച്ച് നന്മയിലേക്ക് നയിക്കുകയാണ് കലകളുടെ ലക്ഷ്യം എന്ന് മഹാനായ ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞത് സിനിമയെ സംബന്ധിച്ച് ഏറെ ശരിയാണ്. മനുഷ്യ മനസ്സിൻ്റെ വികാരങ്ങളെ ഉണർത്തിയിട്ട് ഉത്തേജിപ്പിച്ചിട്ട് നന്മയിലേക്ക് നയിക്കാനാണ് സിനിമ കൊണ്ടും സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ നമ്മൾ പലപ്പോഴും ചില സിനിമകൾ കണ്ടിട്ട് നമ്മൾ കരഞ്ഞു പോയിട്ടുണ്ടെന്നുള്ളതാണ്. ആകാശദൂത് എന്ന ചലച്ചിത്രം കുട്ടികൾ കണ്ടിട്ടൊന്നറിയില്ല, അത്തരത്തിലുള്ള ഒരു സിനിമയാണ്. പ്രേക്ഷകരെ കണ്ണീരിൽ കുളിപ്പിച്ച കഥയും ചിത്രീകരണത്തിൻ്റെ സവിശേഷത. ഒന്നിലധികം തവണ ആകാശദൂത് കണ്ടവരാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ തലമുറയിലെ ആൾക്കാരൊക്കെ.
അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാകുമ്പോൾ പുതിയ കാലത്ത് നമ്മൾ അടുത്ത ചില സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള സിനിമകളാണ്. അതിൽ കൂട്ടുകാർക്ക് അറിയാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ട് അല്ലേ, എന്താണെന്ന് പറയൂ? മാർക്കോ ആണ്. ഉണ്ണി മുകുന്ദൻ അതുപോലെ തന്നെ സിദ്ദീഖ്, ജഗദീഷ് ഒക്കെയുള്ള ഒരു ഭീകരമായ ചിത്രമായിരുന്നു. കാണണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ എന്തുകൊണ്ടോ അത് കാണാനുള്ള മനക്കരുത്ത് എനിക്കില്ലായിരുന്നു. അത്രയ്ക്കും ഭീകരമാണ്, ക്രൂരമായ ഉള്ളടക്കമാണ്. നിരവധി വ്യക്തികളുടെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിലെ അക്രമത്തെ സ്വാധീനിക്കുന്നതായും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണം ഇതിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ വാങ്ങിയ സിനിമയാണ്. സിനിമ എടുത്ത സംവിധാനം തന്നെ അത്തരത്തിലുള്ളൊരു സിനിമ എടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അത്തരം സിനിമ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ അക്രമവാസനകൾ ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഒരു കലാരൂപം എന്ന് പറയുന്നത് അത് മനുഷ്യരെ അല്ലെങ്കിൽ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ളതായിരിക്കണം, അക്രമത്തിലേക്ക് നയിക്കാനുള്ളതാവരുത് എന്നുള്ള ഒരു നല്ല ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും വേണം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി നമ്മൾ ഈ സിനിമയെ നമ്മൾ കാണേണ്ടതുണ്ട്. തേൻ എന്ന സിനിമ ശ്രദ്ധേയമാകുന്നത് അതുകൊണ്ടാണ്. കൂട്ടുകാരെ, പാഠത്തിലേക്ക് വരുമ്പോൾ 29ാമത്തെ പേജിലേക്ക് നമ്മൾ നോക്കുക. തേൻ എന്ന ശീർഷകൻ്റെ തൊട്ട് മുമ്പിൽ കുറച്ച് വരികൾ കാണാം അല്ലേ? എന്താണത്? സ്ക്രീനിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ വഴിയരികിൽ ചെടികൾ, ചെടികളിൽ പൂക്കൾ, പൂക്കളിൽ തേനീച്ചകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ നിന്ന് ഇറങ്ങി നടക്കുക എന്ന പ്രയോഗം കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? സ്ക്രീനിൽ നിന്ന് എന്ന് വെച്ചാൽ സിനിമയിൽ നിന്ന് നമ്മൾ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ നല്ല സിനിമ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു മനസ്സ് നിറഞ്ഞൊരവസ്ഥയുണ്ടാവുക. നല്ല സിനിമകൾ, നല്ല കലാമൂല്യമുള്ള, നല്ല സന്ദേശമുള്ള, മെസ്സേജുള്ള സിനിമകൾ കാണുമ്പോൾ ആ സ്വാധീനം നമ്മളെ വല്ലാതെ നല്ല ഒരു ലോകത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് വഴിയരികിൽ ചെടികളുണ്ട്, ചെടികളിൽ പൂക്കളുണ്ട്, പൂക്കളിൽ തേനീച്ചകൾ അല്ലേ? ഒരു സുന്ദര ലോകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ള ഒരു അർത്ഥതലമാണ് നമുക്ക് ആ വരികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിനിമ നമ്മുടെ സുന്ദരമായ നല്ല ഒരു ലോകത്തേക്ക് നയിക്കുന്നു. അവിടെ ചെടികൾ, പൂക്കൾ, തേനീച്ചകൾ ഒക്കെയുള്ള മനോഹരമായ ലോകത്തിലേക്കാണ് സ്ക്രീനിൽ നിന്നും നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒന്ന് നല്ല അനുഭവം, നല്ല മനസ്സ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുക. കൂട്ടുകാരെ, നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ക്രീനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നിഴൽച്ചാർത്തുകൾ നിറഞ്ഞ വന്യ നിശബ്ദതയിൽ പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ തൻ്റെ കുതിരയുമായി അലഞ്ഞു നടന്നു വരുന്ന ഗ്രാമീണനായ യാക്കൂബിലാണ്. അപ്പോൾ യാക്കൂബാണ് ഇതിലെ ഒരു കഥാപാത്രം. യാക്കൂബ് എന്ന് പറയുന്നത് ഇതിലെ യൂസഫ് എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ജോലി കാട്ടിൽ നിന്ന് തേൻ ശേഖരിച്ച് വിൽക്കുക എന്നുള്ളതാണ്. തേനിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ കുട്ടികളെ നല്ല ഔഷധവീര്യമുള്ള ഒരു ഭക്ഷണമാണ് തേൻ. മധുരമാണ്. തേൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ നാവിൽ ചിലപ്പോൾ വെള്ളമൂറും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള തേൻ ശേഖരിക്കലാണ് ഈ യാക്കൂബിൻ്റെ ജോലി. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ കരടികൾ കാട്ടിലിങ്ങനെ തേൻ കൂട് വെച്ചാൽ അത് കരടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കരടികൾ കട്ടെടുത്ത് അത് കുടിച്ചു കളയും. അപ്പോൾ വൻമരങ്ങളുടെ മേൽച്ചില്ലകളിലാണ് തേൻ കൂടുകൾ സ്ഥാപിക്കുന്നത്. യാക്കൂബ് എന്താ ചെയ്തതിന്? കരടികൾക്ക് എത്താത്ത ഉയരത്തിൽ വൻമരങ്ങളുടെ മേലെ ചില്ലകളിലാണ്, ഏറ്റവും ഉയർന്ന കൊമ്പുകളിലാണ് കൂട് സ്ഥാപിക്കുക. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കുടുംബം പുലർന്നത് അല്ലേ? ഒരു പാവപ്പെട്ട കുടുംബമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, തേൻ വിറ്റിട്ട് കിട്ടുന്ന പണമാണ് കുടുംബം പുലരാൻ സാധിക്കുന്നത്. അപ്പോൾ യുവതിയായ ഭാര്യയും 6 വയസ്സുകാരൻ യൂസഫ് എന്ന മകനുമാണ് അയാൾക്കുള്ളത്. അപ്പോൾ യൂസഫ് ശ്രദ്ധിക്കുക, യൂസഫാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ചെറിയ കുട്ടിയാണ് യൂസഫ്. കുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ കാട്ടിനുള്ളിൽ ഇന്നും യാക്കൂബ് വന്നിരിക്കുന്നത് തേൻ തേടിയാണ്. അപ്പോൾ ഇന്നും വന്നിരിക്കുകയാണ് ആര്? യാക്കൂബ് തേൻ തേടി വന്നിരിക്കുകയാണ്. മരക്കൊമ്പുകളിലൊന്നിൽ നീളൻ കയർ എറിഞ്ഞു കുടുക്കി അത് പിടിപ്പിച്ച് കയറുകയാണ് അയാൾ. എങ്ങനെയാണ് കയറുന്നത്? ഒരു കയറ് മുകളിലേക്ക് എറിഞ്ഞിട്ട് മരക്കൊമ്പിൽ കുടുക്കിയിട്ട് അതിൽ പിടിച്ച് മുകളിലോട്ട് കയറുകയാണ്. മുകളിലെത്തും മുമ്പ് കമ്പ് പാതി അടർന്നു. യാക്കൂബ് താഴോട്ട് വീഴുകയാണ്. ഇടയ്ക്ക് എങ്ങോ തടഞ്ഞ കയറിൽ തൂങ്ങി മരണത്തിനും ജീവിതത്തിനുമിടയിൽ ആടി നിൽക്കുന്ന യാക്കൂബിൻ്റെ മുഖത്തിൻ്റെ സമീപ ദൃശ്യം നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക തന്നെ ചെയ്യും. മരക്കൊമ്പ് അടരുന്ന ശബ്ദത്തോടെ ദൃശ്യം ഇരുട്ടിലേക്ക് മാഞ്ഞ് ടൈറ്റിലുകൾ തെളിയുന്നു. സിനിമ ആരംഭിക്കുന്നത് ഈ രംഗത്തോടു കൂടിയാണ് അല്ലേ?
ദൃശ്യപരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യമൊക്കെയുള്ള രംഗമാണ്. അപ്പോൾ അതിൽ എന്താണ്, യാക്കോബ് വരുന്നു, അയാൾ തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കൂട് വെക്കാൻ ശ്രമിക്കുകയാണ്. പെട്ടെന്നാണ് എന്താണ് സംഭവിക്കുന്നത്, എന്താണോ അവിടെ ആ കുടുക്കി വെച്ച ആ മരച്ചില പൊട്ടി താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇരുട്ടിലേക്ക് മാഞ്ഞ് അല്ലേ ആ ദൃശ്യം ഇങ്ങനെ ഇരുട്ടിലേക്ക് ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് സിനിമയിലെ ടൈറ്റിലുകൾ, പേരുകൾ അല്ലേ നമ്മൾ സിനിമ കാണുമ്പോൾ കാണില്ലേ, ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകളൊക്കെയാണ് സിനിമയിൽ ഇങ്ങനെ കാണുക, സ്ക്രീനിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അല്ലേ. കഥ, അതുപോലെ തന്നെ തിരക്കഥ, സംവിധാനം അല്ലെങ്കിൽ ഗാനം, രചയിതാവ്, ഇങ്ങനെയുള്ള പല ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ കാണിച്ചു പോകും. അങ്ങനെയാണ് സിനിമ ആരംഭിക്കുന്നതൊക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. തുടർന്ന് പുലർച്ചെ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടുണരുന്ന യൂസഫ് കിടക്കയിൽ പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ വിലക്കുന്നു. എന്താണ് അച്ഛൻ വിലക്കുന്നത്? അപ്പോൾ പുലർച്ചെയാണ്, സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന യൂസഫ് ഉണരുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ നേരത്തെ ആ രംഗം അവിടെ കഴിഞ്ഞു, ടൈറ്റിലുകൾ വന്നു. ഇപ്പോൾ എന്താ കാണുന്നത്? യൂസഫ് എന്ന് പറയുന്ന കുട്ടി ഉറങ്ങുകയാണ്, കിടക്കയിലാണ്. പാതി മയക്കത്തിലുള്ള അച്ഛനോട് കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുക അല്ലേ, വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ എന്താണ് വിലക്കി പറയണം, സ്വപ്നങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അവ അലിഞ്ഞില്ലതായി പോകും. ഇപ്പോൾ സ്വപ്നങ്ങളെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? സ്വപ്നം എന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ സ്വപ്നമായിട്ട് കാണാമെന്ന് പറയാറുണ്ട്. ചില കവികളും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ സ്വപ്നം കാണാറുണ്ട്. അവർ ആ കണ്ട സ്വപ്നം അത് ജീവിതത്തിൽ അവരെന്ത് ചെയ്യും, കണ്ടുപിടുത്തങ്ങൾക്കും അത് കവികൾ കവിത എഴുതാനൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഈ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, അവന് നല്ല സ്വപ്നങ്ങൾ, നല്ല പ്രതീക്ഷയുള്ള സ്വപ്നങ്ങളായി കണ്ടിട്ട് ഉറങ്ങുമ്പോൾ അവൻ ആലോചിച്ചിട്ടുണ്ടാകുക, ആ സ്വപ്നങ്ങളായിരിക്കും അവൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകുക. അപ്പോൾ അച്ഛൻ പറയണത് എന്താണ്, സ്വപ്നം ഫലിക്കില്ല എന്നാണ് പറയുന്നത്. നല്ല സ്വപ്നം ഫലിക്കണമല്ലോ നമുക്ക് അല്ലേ. നല്ല കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് നമുക്ക് ജീവിതത്തിൽ വന്നാൽ നമുക്ക് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് എന്താണ്, നമ്മളത് ഉറക്കെ പറഞ്ഞാൽ അത് ഇല്ലാതായി പോകുന്നതാണ് പറയുന്നത്. യൂസഫ് അച്ഛൻ്റെ കാതിൽ സ്വപ്നം മന്ത്രിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. നല്ല ചവിട്ടിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊടുക്കുകയാണ്. അവൻ കണ്ട സ്വപ്നം എന്താണെന്ന് നമ്മൾ കേൾക്കുന്നില്ല അല്ലെ. എന്ത് കാര്യമാണ് ആ കുട്ടി അച്ഛനോട് പറഞ്ഞതെന്ന് നമ്മൾ കേൾക്കുന്നില്ല. തുടർന്ന് നമ്മൾ യൂസഫിനെ കുറിച്ച് മനസ്സിലാക്കാം അല്ലേ. സംസാരിക്കാൻ വിക്കുള്ള കുട്ടിയാണ് ആര്, വിക്ക് അല്ലേ. സംസാരിക്കുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് സംസാരിക്കാൻ പറ്റില്ല, അത് മുറിഞ്ഞു പോവുക, അതാണ് വിക്ക് എന്ന് പറയുക അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്, സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലജ്ജാലുവാണ്, അന്തർമുഖനാണ്. അപ്പോൾ അവനെന്താണ്, ലജ്ജയുള്ള കുട്ടിയാണ്, അന്തർമുഖൻ, എന്താണ്, ഉള്ളിലോട്ട് മുഖം തിരിഞ്ഞ് ഇരിക്കുന്നവനാണ്. ഇപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വലിയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കും, അത് പുറത്ത് കാണിക്കാറില്ല. അപ്പോൾ അത് അന്തർമുഖനാണ്, ഇങ്ങനെയുള്ള കുട്ടിയാണ്. ക്ലാസ്സിൽ പാഠങ്ങൾ ഉറക്കം വായിക്കാൻ അവൻ ഒരിക്കലും സാധിക്കുന്നില്ല. ഒരു വാക്കിനപ്പുറം അവന് പറയാനാവില്ല, എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തി കഴിഞ്ഞു. അച്ഛനറിയാം അവനോട് സംസാരിക്കുന്നത്. ക്ലാസ്സിൽ അധ്യാപകരൊക്കെ എന്താണ് ടെക്സ്റ്റ് ഭാഗങ്ങൾ വായിക്കാൻ പറയുമ്പോൾ അവനത് സാധിക്കാറില്ല. പക്ഷേ അച്ഛൻ അവനുമായി സംസാരിക്കാനുള്ള മാർഗം കണ്ടെത്തി കഴിഞ്ഞു. വളരെ പതുക്കെ മന്ത്രണം പോലെ സംസാരിക്കുക. വേറെ ആരോടും യൂസഫ് സംസാരിക്കുന്നില്ല, അമ്മയോട് പോലും. ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവൻ്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല, പോകുന്നതും വരുന്നതും തനിച്ചാണ്. ചിലപ്പോൾ അച്ഛൻ്റെ പരുന്ത് മരച്ചില്ലകളിലൂടെ പറന്ന് അവൻ്റെ വഴിക്ക് കൂട്ടുകൂടും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു പരുന്തുണ്ടായിരുന്നു അല്ലേ, ഒരു പക്ഷിയാണ് പരുന്ത്. ഈ പരുന്തുമായിട്ടാണ് അച്ഛൻ എന്ത് ചെയ്യുക, കാട്ടിലേക്കൊക്കെ പോവുക. അത് ഇവനുമായിട്ട് കൂട്ടുകൂടാറുണ്ട്. അത് എന്താണ്, മരച്ചില്ലകളിലൂടെ പറന്ന് അവന് വഴിക്ക് കൂട്ടുകൂടും, അവൻ്റെ കൂടെ പോകാറുണ്ട്. വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിലേക്ക് യൂസഫ് നോക്കിയിരിക്കാറുണ്ട്. അവനറിയാം അത് അണിയാൻ ഒരു നാളും അവന് കഴിയില്ലെന്ന്. ഒഴിവ് സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് ഓടിക്കളിക്കുമ്പോൾ യൂസഫ് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിദൂരതയിലെ നീലമലകളിലേക്ക് നോക്കി ജാലകത്തിനരികിലിരിക്കും. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചോടോ, ആ സ്കൂളിൽ നന്നായിട്ട് വായിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അല്ലേ. അതാണ് നന്നായിട്ട് വൃത്തിയായി പാഠം വായിക്കുന്നവർക്ക് നൽകുന്ന ബാഡ്ജുകൾ. ഇട്ട് വെച്ചിരിക്കുന്ന സ്ഫടിക പാത്രത്തിൽ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ബാഡ്ജുകൾ. ആ മാഷ് പറയുമ്പോൾ അല്ലെങ്കിൽ സാറ് പറയുന്ന സമയത്ത് നന്നായിട്ട് വായിക്കുന്ന കുട്ടിക്ക് സമ്മാനം വീഴും. പക്ഷെ അവനറിയാം അത് അണിയാൻ ഒരു നാളും കഴിയില്ല. എന്താ കാരണം, അവൻ നന്നായിട്ട് വായിക്കാൻ അറിയില്ല, അതൊരിക്കലും കിട്ടില്ല എന്നൊരു എന്താണ് ഒരു വല്ലാത്തൊരു ദുഃഖം അവനുണ്ട്. ഒഴിവ് സമയങ്ങളിൽ മറ്റു കുട്ടികൾ മുറ്റത്ത് കളിക്കുമ്പോൾ യൂസഫ് തയ്യടോ ഇങ്ങനെ വിദൂരയിൽ നോക്കിയിട്ട് നീല മലകളിലേക്ക് നോക്കി ജാലകത്തിനരികിലിരിക്കും. മരപ്പലകകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛൻ്റെ പണിപ്പുരയിൽ ഒരു നാൾ അവൻ ഒരു തടിക്കഷ്ണം ചെത്തിയൊരുക്കിയത് കാണുന്നു. ഒരു
കളിപ്പാട്ടം പോലും സ്വന്തമായില്ലാത്ത യൂസഫിന് ആ വഞ്ചി രൂപം ഇഷ്ടം, ഒരു തോണിയുടെ രൂപമാണ് ഇഷ്ടമായി. പിന്നീട് പലപ്പോഴായി ആ തടിക്കഷ്ണം ഒരു പാഴ്വഞ്ചിയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവൻ അറിയുന്നുണ്ട്, അല്ലേ? അത് എന്താണ്, ആവശ്യമില്ലാത്ത കളിവഞ്ചി മാത്രമായിട്ട് മാറുന്ന അവൻ കാണുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം അച്ഛൻ സുഹൃത്തിൻ്റെ മകന് അത് നൽകിയതായി അവന് തോന്നി. വിഷമത്തോടെ അവൻ അച്ഛനോട് ആ വഞ്ചി എവിടെയെന്ന് ചോദിക്കുന്നു. അത് കടലിലേക്ക് ഒഴിപ്പോയി കാണും എന്ന മറുപടി അവനെ ചൊടിപ്പിക്കുന്നു. ഈ ദേഷ്യം അവൻ ക്ലാസ്സിൽ വെച്ച് അടുത്തിരിക്കുന്ന ഹംദിയോട് പ്രകടിപ്പിക്കുന്നത് അവൻ്റെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ്. അച്ഛനും മകനും തമ്മിൽ അസാധാരണമായ ഒരു അടുപ്പമുണ്ട്. നേർത്ത സ്വകാര്യം പറച്ചിലൂടെയും ചേർന്നുള്ള യാത്രകളുടെയും അത് കൂടുതൽ സുദൃഢമാകുന്നു. അപ്പോൾ ഒന്നിച്ചാണ് അവർ യാത്ര ചെയ്യുക. ഈ യൂസഫിനോട് സംസാരിക്കുമ്പോൾ വളരെ പതുക്കെയാണ് സംസാരിക്കുക. മലഞ്ചരിവിലെ പൂക്കളെയും മരങ്ങളെയും എല്ലാം യൂസഫിനെ പരിചയപ്പെടുത്തുന്നുണ്ട് യാക്കൂബ്. അവൻ്റെ പിതാവെല്ലാം പരിചയപ്പെടുത്തിക്കൊന്നുണ്ട്. ഇലച്ചാർത്തുകളിൽ ഇലകളുടെ കൂട്ടത്തിലെ കാറ്റിളക്കങ്ങളുടെ മർമ്മരം വെച്ചാൽ അതിൻ്റെ ഇളക്കമുണ്ടല്ലോ, അതിൻ്റെ ശബ്ദം, മർമ്മരം. കാട്ടുപക്ഷികളുടെ വിളികളും മാത്രമേ പശ്ചാത്തലത്തിലുള്ളൂ. അപ്പോൾ നമ്മൾ സിനിമയിൽ നേരത്തെ സംഭാഷണം ഇല്ല എന്ന് പറഞ്ഞില്ലേ? കൂടുതൽ ഈ പ്രകൃതിയിലെ ശബ്ദങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ, പശ്ചാത്തലത്തിലുള്ളൂ. യാതൊരുവിധ സംഗീതവും ഇഫക്റ്റുകളും സിനിമയിൽ ഉപയോഗിക്കുന്നില്ല. കലർപ്പില്ലാത്ത ശുദ്ധ ദൃശ്യങ്ങൾ മാത്രമാണ് സിനിമയിൽ കാണാൻ പറ്റുന്നത്. വൻമരത്തിന് മുകളിൽ കയറുപിടിച്ച് കയറി നിൽക്കുന്ന യാക്കൂബിന് തേനെടുക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് താഴെ നിൽക്കുന്ന ഈ 6 വയസ്സുകാരനാണ്. തൊട്ടിയും പുകക്കൂടുമൊക്കെ കയറിൽ കെട്ടി മുകളിലേക്ക് അവൻ വലിക്കുന്നു. അപ്പോൾ തൊട്ടി വേണം, പിന്നെ പുകയുടെ കൂട് വേണം. പുകയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ തേനീച്ച പിടിക്കുന്ന ഒരു പല തന്ത്രപരമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇത്തരമൊരു യാത്രക്കിടയിൽ അപസ്മാര രോഗം വന്ന യാക്കൂബ് നിലത്ത് വീണ് പിടയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു യാത്രയ്ക്കിടന്ന് അപസ്മാര രോഗം വരിക, നിലത്ത് വീണ് പിടയുന്നുണ്ട്. കാടിൻ്റെ ഏകാന്തതയിൽ അബോധാവസ്ഥയിലുള്ള അച്ഛനെ കൂട്ടിയിരിക്കുന്നത് പാവ യൂസഫാണ്. ആരുമില്ല സഹായിക്കാൻ. അപസ്മാരകളാകുമ്പോൾ ആ നോക്കിയിരിക്കുന്ന യൂസഫിനെ നമുക്കിവിടെ കാണാം. തേൻക്ഷാമം രൂക്ഷമായിരിക്കുന്നു. തേനീച്ചകളെല്ലാം എങ്ങോട്ടോ പോകുന്നു എന്ന് യാക്കൂബ് അത്ഭുതപ്പെടുന്നു. എവിടെ തേൻ കിട്ടാനില്ല, എവിടെയാണ് തേനീച്ചകളൊക്കെ പോകുന്നത്? തേൻ തേടി വിദൂര വനാന്തർഭാഗത്തേക്ക് ഒരു നാൾ അയാൾ യാത്ര പുറപ്പെടുന്നു. അച്ഛൻ പോയതിനു ശേഷം ഭക്ഷണം കഴിക്കാൻ മടിയനായ യൂസഫിനെ അമ്മ ശാസിക്കുന്നുണ്ട്. തീന്മേശമേൽ അവൻ്റെ പാൽ അമ്മ കാണാതെ കുടിച്ച് അവനെ പലപ്പോഴും രക്ഷിക്കാറ് അച്ഛനാണ്. അപ്പോൾ അമ്മ പറയും പാൽ കുടിച്ചില്ലെങ്കിലേ, അപ്പോൾ അമ്മയുടെ വഴക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ആ പാൽ കുടിച്ച് അവനെ രക്ഷിക്കാറുള്ളത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തേൻകൂട് വയ്ക്കാൻ പോയ യാക്കൂബ് തിരിച്ചെത്തുന്നില്ല. അച്ഛൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് യൂസഫ്. അവനെ മിണ്ടാനും പറയാനും കൂട്ട് അച്ഛൻ മാത്രമാണ്. പലരോടും അന്വേഷിച്ചപ്പോൾ നല്ല സ്ഥലം തേടി യാക്കൂബ് നടക്കുന്നത് കണ്ടവരുണ്ടെന്നറിഞ്ഞു. നല്ല സ്ഥലം നോക്കി യാക്കൂബ് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടെന്ന് പലരും പറഞ്ഞു. ഒരു ദിവസം അച്ഛൻ്റെ കിടപ്പുമുറിയുടെ തിരിശലിക്കിടയിൽ മനോഹരമായ പാഴ്വഞ്ചി കളിപ്പാട്ടം അവൻ കണ്ടെത്തുന്നു. അല്ലേ, അന്ന് പറഞ്ഞില്ലേ, ഏറെ കൊടുത്തു. തിരിശീലക്കിടയിലാണ്, കിടപ്പുമുറിയുടെ കർട്ടൻ്റെ അടുത്താണ് അത് കണ്ടെത്തുന്നത്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഹംദിയെ, തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന ഹംദിയെ താൻ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപകൻ്റെ കയ്യിൽ നിന്ന് കിഴുക്ക് അടി വാങ്ങിക്കൊടുത്തതിൽ യൂസഫിന് വിഷമമുണ്ട്, അല്ലേ? ദേഷ്യം പിടിച്ചിട്ട് അന്ന് അവൻ്റെ ഗൃഹപാഠ പുസ്തകം മറച്ചു വെക്കുന്നുണ്ട് നമ്മളെ യൂസഫ്. ഇപ്പോൾ അവനത് കുറ്റബോധം തോന്നുന്നത്, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അവൻ ഹംദിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന അവൻ്റെ കിടക്കക്കരിയിൽ ആ തോണി കൊണ്ടുവയ്ക്കുന്നു. അച്ഛൻ വരുമ്പോൾ നൽകാനായി പലഹാരങ്ങൾ നിർമ്മിക്കുന്ന അമ്മയ്ക്ക് കോഴിക്കൂട്ടിൽ നിന്ന് മുട്ടകൾ എടുത്തു കൊണ്ടുപോയി നൽകുന്നത് യൂസഫാണ്. വിശപ്പ് അകറ്റുന്നതിന് അപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെക്കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോഗ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമ്മളെ ആരോഗ്യത്തിന് അത് കൂടുതൽ നല്ലതാണെന്നുള്ള അർത്ഥത്തിൽ കൂടി ഈ സിനിമയിലൊരു മെസ്സേജ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ മുട്ടയും പാലും തേനും അതിൻ്റെ ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കാൻ സാധിക്കും. അത് പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് കപ്ലനോഗ് പറയുന്നത്. രാത്രിയിൽ പുറത്തെ ശബ്ദങ്ങളൊക്കെയും അച്ഛൻ്റെ കാൽപ്പെരുമാറ്റമായി കരുതി വാതിലിനടുത്തേക്ക് ഓടുന്ന യൂസഫ് അന്വേഷണങ്ങളൊന്നും യാക്കൂബിനെക്കുറിച്ച് ഒരു വിവരവും നൽകിയില്ല. അപ്പോൾ അച്ഛൻ വരാത്തതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഒച്ച വെക്കുമ്പോൾ അത് അച്ഛനാണോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. ദുശങ്കകൾ പരന്ന മനസ്സുമായി
അവൻ്റെ അമ്മ കൂടുതൽ മൗനിയായി. അവന് ഇഷ്ടമില്ലാഞ്ഞിട്ടും അമ്മ നിർബന്ധിക്കാതിരുന്നിട്ടും ഒറ്റ വലിക്ക് പാൽ കുടിച്ചു തീർക്കുന്ന യോസഫ് അമ്മയുടെ മനസ്സ് അറിയുന്നുണ്ട്. അപ്പോൾ അമ്മ വിഷമിച്ചിരിക്കുകയാണ്. അച്ഛനെ കാണാത്തതിൽ അമ്മയ്ക്കും വിഷമമുണ്ട്. അപ്പോൾ താൻ പാലും കൂടി കുടിച്ചിട്ടില്ലെങ്കിലേ നമുക്ക് വലിയ വിഷമാകും. അതുകൊണ്ട് ഒറ്റ വലിക്ക് തന്നെ ഒറ്റ കുടിക്ക് തീർക്കുകയാണ്. ഗ്രാമീണർ വിവരം പറയുന്നു, യാക്കൂബിന് അപകടം സംഭവിച്ചിരിക്കുന്നു. മൃതശരീരം കൊണ്ടുവരാനായി കുറേ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ കാണുന്ന ഗ്രാമീണർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യൂസഫിനെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പേർ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഈ വിവരമൊന്നും അറിയാതെ രാവിലെ സാധാരണ പോലെ യൂസഫ് സ്കൂളിലേക്ക് പോയതാണ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ പാഠം ഉറക്കെ വായിക്കാൻ അവന് കഴിഞ്ഞില്ല. പക്ഷേ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. എന്താ കാരണം? എല്ലാവർക്കും അവനോട് സഹതാപമുണ്ടല്ലേ? അധ്യാപകനുണ്ട്, കുട്ടികൾക്കുണ്ട്. ഇതൊന്നും എന്താണ് അച്ഛന് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവർക്കൊക്കെ അറിയാം. പക്ഷേ കുട്ടി അറിയില്ല, യൂസഫിന് അറിയില്ല. അതുകൊണ്ട് അവൻ്റെ മനസ്സിന് സന്തോഷമായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാകും നല്ല മനസ്സുള്ള അധ്യാപനം അവിടെ കാണാൻ പറ്റുന്നത്. കുട്ടികളും നല്ല മനസ്സുള്ള കുട്ടികളാണ്. തൻ്റെ സഹപാഠിക്ക് വന്ന ഒരു അപകടം അച്ഛനെന്തോ അപകടം സംഭവിച്ചിട്ടും ആ കുട്ടികൾ തുറന്നു പറയാതെ അവനെ എന്താണ് ഒരു അവസരം കൊടുക്കുകയാണ്. വായിച്ചിട്ട് നല്ല വായന ഉള്ള കുട്ടിയായി എന്നുള്ള ചിന്ത അവന് വരുത്താൻ വേണ്ടിയിട്ട് അവന് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് വിട്ട് വീട്ടിലെത്തിയ യൂസഫ് ദൂരെ നിന്നു തന്നെ എന്താ കാണുന്നതോ? വീട്ടിൽ ആൾക്കാർ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവന് കാര്യം മനസ്സിലായി. തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എന്തോ അപകടം പിടിഞ്ഞിരിക്കുന്നു. അവൻ കാട്ടിനുള്ളിലേക്ക് കുതിച്ചോടി. തൻ്റെ പരുന്ത് കാട്ടിയ വഴികളിലൂടെ, കൊടുങ്കാട്ടിലെ വിജനതയിലൂടെ അവൻ അങ്ങുമിങ്ങും അന്വേഷിച്ച് നടക്കുകയാണ്. പതുക്കെ രാത്രി പരന്നു. ഇരുളും തണുപ്പും പൊതിഞ്ഞ വിജനതയിൽ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിലെ പടർപ്പുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിൽ ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാരെ, വല്ലാത്തൊരു ദുഃഖത്തിലാണ് ഈ സിനിമ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നതാണ്. അച്ഛനെ അന്വേഷിച്ച് പോകുന്ന യൂസഫ് തളർന്നു കിടക്കുകയാണ്. ആരുമില്ല കൂട്ടിനെ. ഗർഭപാത്തിലെന്നവരെ ഒരു മഹാവൃക്ഷത്തിൻ്റെ കീഴിലെ വേർ പടർപ്പുകൾക്കിടയിലാണ് ഗർഭപാത്രത്തിലെന്ന പോലെ ചുരുണ്ട് കിടന്ന് തളർന്നുന്ന കുഞ്ഞു യൂസഫ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്നതുപോലെ അത്രയും സുരക്ഷിതമാണ് അവിടെ എന്നുള്ളൊരു കാര്യം കൂടെ അപ്പോൾ ഇങ്ങനെയാണ് ഈ സിനിമ അവസാനിക്കുകയാണ്. ഇനി സിനിമയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. സംഭാഷണം കുറവാണ് ഈ സിനിമയ്ക്ക്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ക്യാമറ ദൃക്സാക്ഷിയായി ഇടപെടലുകളൊന്നും നടത്താതെ അങ്ങോട്ട് നിൽക്കുന്നൊക്കെ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ പറയുന്നില്ലേ, അതൊന്നും പറയാതെ സ്വാഭാവികമായിട്ട് ക്യാമറ അങ്ങ് ചലിക്കുകയാണ്. ഇവർ അഭിനയിക്കുന്നതനുസരിച്ച് ക്യാമറയും പിന്നാലെ പോവുകയാണ്. അപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലത്തെ എത്ര പ്രാവശ്യം മാറ്റി നിർത്തിക്കും. സിനിമക്ക് പറയാൻ വേണ്ട ഒരുപാട് കാര്യം അഭിനയിച്ചിട്ടാണ് ഒരു ഷൂട്ട് നടത്തുക, ഒരു രംഗം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, ക്യാമറ പിന്നാലെ പോവുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം നേടിയ ഈ സിനിമ ലോകത്താകമാനം വലിയ പ്രശംസ പിടിച്ചുപറ്റി. സ്വപ്നങ്ങളും ബാല്യ കൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളും കവിതകളും നിറഞ്ഞ യൂസഫിൻ്റെ കുഞ്ഞു ജീവിതം അടയാളപ്പെടുത്താൻ ഈ സിനിമയിലെ ഒരു ദൃശ്യം മാത്രം മതി. അച്ഛനെ കാത്ത് രാത്രിയിൽ തനിച്ച് വീടിന് വെളിയിൽ ഇരിക്കുകയാണ് യൂസഫ്. മുറ്റത്തെ വെള്ളത്തൊട്ടിയിൽ വീണ് കിടക്കുന്ന അമ്പിളിമാമൻ്റെ പ്രതിബിംബം കൈക്കുമ്പിളിൽ കോരിയെടുക്കാനായിരുന്നു യൂസഫ്. നിലാവിനെ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന യൂസഫിനെ ഇവിടെ കാണുന്നുണ്ട്. അത് സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ തല കുമ്പിട്ട് വെള്ളത്തിലെ അമ്പിളിമാമനെ മുത്തമിടുകയാണവൻ. അവസാനം യൂസഫ് അതിൽ മുഖം പൂഴ്ത്തുകയും ചെയ്യുന്നു. ഈ ഒരൊറ്റ ദൃശ്യം മതി ആ കുട്ടിയുടെ നിഷ്കളങ്കത, അവൻ്റെ ആ കുട്ടിത്തം അങ്ങനെയൊക്കെ കാണിക്കാനുള്ള ഒരു രംഗമായിട്ടാണ് നമുക്ക് അമ്പിളിമാവനെ മുത്തമിടുകയാണ് അവസാനം ചെയ്യുന്നത്. കയ്യിൽ കോരിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു നിഷ്കളങ്കനായ ബാലനെ നമ്മൾ കാണുന്നത്. ഇനി നോക്ക്, നമ്മൾ അവസാനം കാണുകയാണ്. അവസാനത്തെ പാരഗ്രാഫിൽ കൃത്രിമ സംഗീതത്തിൻ്റെ വെച്ചുകെട്ടലുകൾ പോലും ശുദ്ധ സിനിമയ്ക്ക് അനാവശ്യമാണെന്ന് ഈ സിനിമ പ്രഖ്യാപിക്കുന്നു. നല്ല സിനിമയ്ക്ക്, ശുദ്ധ സിനിമയ്ക്ക് സംഗീതം, പശ്ചാത്തല സംഗീതം നമ്മൾ ഈ മ്യൂസിക് കൊടുത്ത ആവശ്യമില്ല. പ്രകൃതിയിലെ സംഗീതം, പ്രകൃതിയാണ് ഏറ്റവും വലിയ സംഗീതം എന്നല്ലേ പ്രകൃതിയിൽ നിന്നുള്ള ശബ്ദമാണ് ഈ സിനിമയിൽ അധികവും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു മന്ദതാളവും നിശബ്ദതയുടെ സംഗീതവും സൗന്ദര്യവും പ്രകൃതിയുടെ വന്യതയ്ക്കുള്ളിലും നിറഞ്ഞു നിൽക്കുന്ന ശാന്തസ്പർശവും നമ്മെ അതിഭൗതികമായ ഒരു സ്വപ്ന പരിസരത്തിൽ എത്തിക്കുകയും ഏറെനാൾ പിന്തുടരുകയും ചെയ്യും. തീർച്ച. അപ്പോൾ ഈ സിനിമ കാടിലൊക്കെ പോകുമ്പോൾ കാടിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അവിടെ വന്ന കൃത്രിമ ശബ്ദമല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ നമുക്ക് ഇന്നത്തെ സിനിമ എന്നൊക്കെ പറയുന്ന ശബ്ദങ്ങളുടെ ഒരു എന്താണ് ഒരു അകമ്പടിയോടെ നമ്മൾ ചേട്ട് അടക്കപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ശുദ്ധമായ സിനിമയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രകൃതിയിൽ നിന്നുള്ള ആ ശബ്ദം മാത്രം മതി എന്ന് ഈ സംവിധായകൻ നമ്മളോട് ഇതിൽ കാണിക്കുന്നുണ്ട്. ആ ശബ്ദം എന്താണ് നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. ആ രംഗങ്ങളും അതിലെ ശബ്ദങ്ങളും നമ്മുടെ മനസ്സിലേക്ക് നമ്മളോടൊപ്പം പിന്തുടരുമെന്നാണ് ഈ സിനിമയിൽ നിന്ന് ഈ സിനിമാ നിരൂപണത്തിലൂടെയും അദ്ദേഹം പറയുന്നത്. ആരാണെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആരാണതോ? വിജയകുമാർ ബ്ലാത്തൂരാണ് സിനിമയ്ക്ക് വേണ്ടി ഈ നിരൂപണം തയ്യാറാക്കിയിരിക്കുന്നത്. പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തേൻ അല്ലെങ്കിൽ ബാൽ എന്ന സിനിമ വളരെ ലോക പ്രശസ്തമാകാൻ കാരണം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? ഇതിലെ അഭിനയം, അതുപോലെ തന്നെ ആവിഷ്കരണം, കഥ തുടങ്ങി എല്ലാ വിഷയത്തിലും പ്രത്യേകത പുലർത്തുന്നുണ്ട് ഈ സിനിമ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ ഇടപെടലുകൾ ഒന്നും നടത്താതെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിരവധി മനോഹര ദൃശ്യങ്ങൾ ഈ സിനിമയുടെ ദൃശ്യഭംഗി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മനോഹരമായ സിനിമയാണ് കൂട്ടുകാർ കാണാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും അവസരത്തിൽ ചിലപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഉണ്ടാകും അല്ലേ? അങ്ങനെ അവസരങ്ങൾ അത് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കണ്ട സിനിമയെക്കുറിച്ച് ഒരു വിലയിരുത്തൽ, ഒരു ആസ്വാദനം, നിരൂപണമൊക്കെ തയ്യാറാക്കാനും കുട്ടികൾ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റണം. പാഠം നന്നായിട്ട് വായിച്ചാൽ അതൊക്കെ സാധിക്കും. പിന്നെ അവസാനത്തൊരു ചോദ്യം കാണുന്നുണ്ട്. സ്കൂളിലെ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളെ പരിചയപ്പെടുത്താനായി സിനോപ്സിസ് തയ്യാറാക്കുക. അതൊരു പുതിയ ഒരു സാങ്കേതിക പദമാണ്. നമ്മുടെ കുട്ടികൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. എന്താണ് സിനോപ്സിസ് എന്ന് പറഞ്ഞാലോ? ഒരു സിനോപ്സിസ് എന്നത് ഒരു വലിയ കാര്യത്തിൻ്റെ ചുരുക്കിയ രൂപമാണ്. ഇതൊരു കൃതിയുടെ സംഗ്രഹമോ രേഖയോ ആകാം. ഒരു സിനിമയുടെ പുസ്തകത്തിൻ്റെയോ പ്രധാന ഭാഗങ്ങൾ സംഗ്രഹിച്ചെഴുതുന്നതിനെയാണ് പൊതുവായി സിനോപ്സിസ് എന്ന് പറയുന്നത്. ഇത് വായിക്കുന്നതിലൂടെ ആ കൃതിയെക്കുറിച്ച് ഏകദേശ ധാരണ ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയുടെ ചുരുക്കം എഴുതുന്നതിനാണ് സിനോപ്സിസ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ സിനോപ്സിസിൻ്റെ മാത്രം വെച്ചാൽ സിനിമയുടെ പേര് എഴുതുക. അതിൻ്റെ ചുവട്ടിൽ ആരാണോ രചന നടത്തിയത്, രചനാ സംവിധാനത്തിൻ്റെ ആളെ പേരെഴുതുക. അതിൻ്റെ ചുവട്ടിൽ അഭിനേതാക്കളുടെ പേരെഴുതുക. അതിനുശേഷം അതിൻ്റെ കഥയുടെ ചെറിയൊരു ചുരുക്കം. അങ്ങനെയാണ് സിനോപ്സിസ് എഴുതുക. തേൻ എന്ന സിനിമയുടെ ഒരു സിനോപ്സിസിൻ്റെ മാതൃക ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർ വായിച്ചു നോക്കുക. തേൻ, ബാൽ ആണ് അതിൻ്റെ ടർക്കിഷ് നെയിം, ഹണി. രചനാ സംവിധാന തിരക്കഥ സെമി കപ്ലനോഗ്ലു, ഛായാഗ്രഹണം ബാരിസ് ഹോസ്ബിസർ, ഭാഷ ടർക്കിഷ് തുർക്കി, സമയം 100 മിനിറ്റ്. അഭിനേതാക്കൾ ബോറ അൽത്താസ് യൂസഫ്, എർദാൽ ബേസിക് സിഗ്ലു യാക്കൂബ്, തുലിൻ ഒസൻ സഹറ. അന്തർമുഖനും ഏകാഹിയുമായ 6 വയസ്സുകാരൻ യൂസഫും പിതാവ് യാക്കൂബും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് തേൻ. യാക്കൂബ് ഒരു തേനീച്ച വളർത്തുകാരനാണ്. ഒരിക്കൽ അയാളുടെ തേനീച്ച അപ്രത്യക്ഷമാകുന്നു. ഉപജീവനത്തിന് വഴിയില്ലാതായതോടെ വനാന്തരങ്ങളിലേക്ക് തേനീച്ചകളെ തേടിപ്പോകുന്ന യാക്കൂബിനെ കാത്തിരിക്കുന്ന യൂസഫിൻ്റെ ആന്തരിക സംഘർഷങ്ങളെയാണ് സിനിമ അടയാളപ്പെടുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇണക്കവും പൊരുത്തവും സംവിധായകൻ സിനിമയിൽ വരച്ചിടുന്നു. അംഗീകാരങ്ങൾ: ബെർലിൻ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശനം, ഗോൾഡൻ ബ്ലയർ അവാർഡ്, ഓസ്കാർ അവാർഡിനുള്ള തുർക്കിയുടെ ഔദ്യോഗിക നോമിനേഷൻ. ഇങ്ങനെ മറ്റേതെങ്കിലും ഒരു സിനിമയുടെ ഒരു സിനോപ്സിസ് നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യമാണ് ഈ പാഠമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കൂട്ടുകാരെ, പാഠം നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ നല്ല സിനിമകൾ കാണുക, ആസ്വാദനങ്ങൾ എഴുതുക. അതാണ് ഈ യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് സിനിമയായാലും ഏത് കലാരൂപമായാലും അതിൽ നമ്മൾ നേടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മനുഷ്യ നന്മയാണ്, സഹജീവികളുടെ സ്നേഹമാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു എപ്പിസോഡിൽ മറ്റൊരു പാഠവുമായി വരാം. നന്ദി, നമസ്കാരം.